നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ പൂർത്തിയായി. വിധി പ്രഖ്യാപനം വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടമായിരുന്നു അതിജീവനത്തിൻ്റേത്. കേസ് വീണ്ടും ചർച്ചാ വിഷയമോടെ ദിലീപിൻ്റെ ഭാവിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ. കേസിൽ നടൻ 8ാം പ്രതിയാണ്. വിധി വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ നടനെ ഉയർത്തെഴുന്നേപ്പോ അല്ലെങ്കിൽ സിനിമാ ജീവിതമടക്കം കൂടുതൽ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുകയോ ചെയ്യും. കേസിൽ ആരോപണ വിധിയശേഷം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം ഭൂരിഭാഗ സമയം കോടതി വരാന്തയിൽ കയറിയിറങ്ങിയാണ് നടൻ ചിലവഴിക്കുന്നത്. സിനിമ പോലും മറന്നുപോകുന്ന ഘട്ടങ്ങളിലായി ദിലീപ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ശതമാനം ആളുകളും കേരളത്തിലുണ്ട്. കേസും പ്രശ്നങ്ങളും തീർക്കാൻ ആരും താല്പര്യമില്ലെന്ന് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുള്ളതായും നടൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ജുവുമായി ജീവിതം ആരംഭിച്ച് സിനിമയിൽ പച്ചപിടിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ദിലീപിന് ചുറ്റും ശത്രുക്കൾ പെരുകിയിരുന്നു. സിനിമാക്കാരൻ എന്നതിലുപരി സിനിമയിലെ ബിസിനസ് വ്യക്തമാക്കി മനസ്സിലാക്കിയ താരം കൂടിയാണ് ദിലീപ്. അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ താരങ്ങൾ പോലും മടിച്ചു നിന്നപ്പോൾ ദിലീപ് ധൈര്യസമേതം മുന്നോട്ട് വന്ന് 2020 നിർമ്മിച്ച് വൻ വിജയമാക്കി തീർത്തത്. തൻ്റെ ആദ്യ വിവാഹബന്ധം തകർന്നതിൽ പോലും പലർക്കും പങ്കുള്ളതായി നടൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. 1998 ഞാൻ കല്യാണം കഴിച്ചത്. അന്ന് പെട്ടെന്നുള്ളൊരു കല്യാണമായിരുന്നു. സത്യം പറഞ്ഞാൽ 3-4 വർഷം മുമ്പ് വരെ സന്തോഷമായ ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ അതിനിടയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ് എൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചതെന്നതിൻ്റെ വിശദമായ കാര്യങ്ങളല്ല 2013 ജൂൺ 5-ാം തീയതി ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഉണ്ടായിരുന്നു. ഡൈവോഴ്സ് പെറ്റീഷൻ എന്നതല്ല അതിനെ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബ ചരിത്രമാണ് വേണമെങ്കിൽ പറയാം. അതിൽ പ്രതികളുണ്ട്, കക്ഷികളുണ്ട്, സാക്ഷികളുണ്ട്. 100% വിശ്വസിക്കാവുന്ന തെളിവുകൾ അടക്കമാണ് കോടതിയിൽ പെറ്റീഷൻ വെച്ചത്. അതിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രമുഖർ ഒരുപാട് പേരുണ്ട്. ആ പ്രമുഖർക്ക് ഇമേജ് എന്ന് പറയുന്ന വലിയൊരു വിഷയമുണ്ട്. അതിനെല്ലാം ഞാൻ മാനിക്കുന്നതുകൊണ്ട് അവരുടെ നല്ല മുഖങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ ഞാൻ തന്നെയാണ് രഹസ്യ വിചാരണ തന്നെ വിഷയം കൂടി ഡൈവേഴ്സ് പെറ്റീഷനൊപ്പം വെച്ചത് എന്നാണ് ദിലീപ് പറഞ്ഞത്. തൻ്റെ പേരിലുണ്ടായിരുന്ന ദിലീപിൻ്റെ സ്വത്ത് വകകൾ എല്ലാം തിരികെ നൽകിയ ശേഷമാണ് മഞ്ജു വിവാഹബന്ധം ഏർപ്പെടുത്തിയത്. ജീവനാശമായി ഒന്നും കൈപ്പറ്റിയിരുന്നില്ല. മക്കളുടെ സംരക്ഷണം ദിലീപാണെന്ന് പറഞ്ഞപ്പോൾ ജനപിന്തുണ നടപ്പാകമായിരുന്നു. അത് മാറി മറിഞ്ഞ് കാവ്യമാധവനുമായുള്ള നടൻ്റെ വിവാഹം 2016 നടന്ന ശേഷമാണ് കാവ്യ ജീവിതത്തിലേക്ക് ദിലീപ് കൂട്ടിയായിരുന്നുവെങ്കിൽ പ്രേക്ഷകർക്ക് നടനെക്കുറിച്ചുള്ള അഭിപ്രായം തന്നെ മറിഞ്ഞേനെ എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. കാവ്യയെ സ്വന്തമാക്കാൻ വേണ്ടി ദിലീപ് മനഃപൂർവ്വം കഥകൾ മെനഞ്ഞ് മഞ്ജു വാര്യരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് നടനെതിരെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ള ആരോപണം. എന്നാൽ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഇരുവരെയും മഞ്ജു എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.